ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ AI അടിസ്ഥാന സൌകര്യങ്ങൾക്കായി 250 ബില്യൺ കോടിയിലധികം നിക്ഷേപ പ്രതിബദ്ധത ലഭിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കാൻ പ്രവർത്തിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കേരളത്തിൽ SARന്റെ ഭാഗമായ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാനെതിരെ ടോസ് നേടിയ ഓസ്ട്രേലിയ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ലിച്ചൻസ്റ്റൈൻ രാജകുമാരൻ പ്രിൻസ് അലോയിസുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്, സ്ലോവാക് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിൻ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലം, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായിക എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. AI ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ CEOമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തി. കൃഷി, പരിസ്ഥിതി സംരക്ഷണം, മാതൃഭാഷയിലുള്ള ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ AI സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി സംരംഭകരുമായി ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ ജാഗ്രതാപൂർണമായ ഉപയോഗം, ഡേറ്റ ഗവേണൻസിന്റെ ആവശ്യകത എന്നിവയെപ്പറ്റിയും ചർച്ചകൾ നടന്നു. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ AI അടിസ്ഥാന സൌകര്യങ്ങൾക്കായി 250 ബില്യൺ കോടിയിലധികം നിക്ഷേപ പ്രതിബദ്ധത ലഭിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇതിനോടകം അന്തിമ കരാറിൽ ഒപ്പുവച്ചവരുടെ എണ്ണം 70 കവിഞ്ഞു. ഇത് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരുത്തുപകരുന്നതാണ് ഉച്ചകോടിയെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. Honorable Prime Minister Shri Narendra Modi ji's vision of Manav AI, which is AI of the humans, by the humans, for the humans. I think that was very well accepted. Practically every ministerial which we had the bilateral. We also have a lot of investment pledges. So it's already crossed $250 billion for the infra related investments and about $20 billion for the VC deep tech investments which have been committed by investors. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയുടെ 5ാം ദിവസമായ ഇന്ന് GPAA ഉന്നതതല കൌൺസിൽ യോഗങ്ങളും ചേർന്നു. നിർമ്മിത ബുദ്ധിയിലെ ആഗോള സഹകരണ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നത്. ഇന്ത്യ-US പാക് സിലിക്ക പ്രഖ്യാപനവും ഉച്ചകോടിയോടനുബന്ധിച്ച് ഒപ്പുവച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഗൂഗിൾ CEO സുന്ദർ പിച്ചയുമായി കൂടിക്കാഴ്ച നടത്തി. വിദ്യാഭ്യാസം, ആരോഗ്യം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തി. ആഗോളതലത്തിൽ നിർമ്മിത ബുദ്ധി വിദഗ്ധമായി ഉപയോഗിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഇതിനായി ഗൂഗിളിന്റെ എല്ലാ സഹകരണവും ഉറപ്പു നൽകുന്നതായും സുന്ദർ പിച്ചൈ പറഞ്ഞു. We must work together to ensure the benefits of AI are available to everyone and everywhere. The US-India partnership has a critical role to play. Google is proud to serve as a connection point between them, both figuratively and literally. We have teams across both countries working seamlessly together on some of our most important initiatives. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കാൻ പ്രവർത്തിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കും. വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയ്ക്ക് വാണിജ്യപരമായി ലാഭകരമാണെങ്കിൽ അത് പരിഗണിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രോഗിപരിചരണം, അധ്യാപനം, ഗവേഷണം എന്നിവയിൽ സന്തുലിതമായ സമീപനം നിലനിർത്തുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ പുതിയ പ്രസിഡന്റുമാർക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്കും വേണ്ടിയുള്ള ലീഡർഷിപ്പ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായുള്ള നടപടികൾ മുന്നോട്ട് വയ്ക്കാനും സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് കോൺക്ലേവ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി നിലനിർത്തുന്നതിൽ കയറ്റുമതി നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഉൾപ്പെടെ
9 സ്വതന്ത്ര വ്യാപാര കരാറുകൾ വഴി ആഗോള GDPയുടെ ഒരു വലിയ ശതമാനവുമായി ഇന്ത്യ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി അറിയിക്കാം. അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അസമിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശമായ നാഥൻപൂരിൽ 6839 കോടിയുടെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2.0 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിലെ ഏകദേശം 1954 ഗ്രാമങ്ങളിലും അസമിലെ 140 അതിർത്തി ഗ്രാമങ്ങളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. देश का आखिरी गांव कहा जाता था. सीमाओं के कारण नहीं, विकास की दृष्टि से भी आखिरी था. वाइब्रेंट विलेज 1 कार्यक्रम में तय किया कि हर सीमा पर आया हुआ गांव भारत का पहला गांव है. 2025-27 കാലയളവിലേക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര നാവിക സിംബോസിയത്തിന്റെ അധ്യക്ഷസ്ഥാനം തായ്ലൻഡിൽ നിന്ന് ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തു. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപ്രധാനമായ ഇടപെടലിനും നിർണായകമാണ്. സമുദ്ര സഹകരണവും വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള കൂട്ടായ പ്രതികരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിടുന്നതാണ് 25 അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന IONS ഫോറം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് നാളെ മുതൽ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാനുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കും. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൂർണ്ണമായി നഷ്ടം സംഭവിച്ച കടകൾക്ക് 7 ലക്ഷം രൂപയും കടയുടമകൾക്ക് 1-ൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ കടമുറിക്കും 2.5 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം അനുവദിക്കും. സംരംഭകർക്ക് നഷ്ടത്തിന്റെ 50% നിശ്ചിത തുകയോ നഷ്ടപരിഹാരമായി നൽകും. സംസ്ഥാന IT നയം 2026 മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയ ഒമാനെ നേരിടുന്നു. ടോസ് നേടിയ ഓസ്ട്രേലിയ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലോകകപ്പിലെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും. ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കം നടത്തിയാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം വിനിയോഗിച്ച് മറുപടി നൽകുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു. ആക്രമണങ്ങളെ സാധാരണവൽക്കരിക്കരുതെന്നും കാലതാമസമില്ലാതെ ഐക്യരാഷ്ട്രസഭ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ സൈനിക വിന്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണിത്. അതേസമയം ആണവ കരാറിൽ അമേരിക്കയുമായി ഇറാൻ ധാരണയിലെത്തണമെന്നും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഏപ്രിൽ 1 മുതൽ രാജ്യത്തുടനീളമുള്ള എല്ലാ ദേശീയപാത ടോൾ പ്ലാസകളിലും പണം നൽകുന്നത് നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. പൂർണ്ണമായും ഡിജിറ്റൽ ടോൾ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് പ്രവർത്തന കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനുമാണ് നടപടി. എല്ലാ പേയ്മെന്റുകളും ഫാസ്ടാഗ്, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ AI അടിസ്ഥാന സൌകര്യങ്ങൾക്കായി 250 ബില്യൺ കോടിയിലധികം നിക്ഷേപ പ്രതിബദ്ധത ലഭിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കാൻ പ്രവർത്തിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാനെതിരെ ടോസ് നേടിയ ഓസ്ട്രേലിയ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.